മത്തായി എഴുതിയ സുവിശേഷം 23-ാമത്തെ അധ്യായം. യേശു കർത്താവ് പൊതുവായി പറഞ്ഞ അവസാനത്തെ സന്ദേശമാണ്. അതിനുശേഷം ശിഷ്യന്മാരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ലാസ്റ്റ് മെസ്സേജ് ടു ദ പബ്ലിക്. പബ്ലിക് എന്ന് പറയുമ്പോൾ പൊതുവായിട്ടല്ല, പ്രത്യേകിച്ച് അന്നത്തെ ഭക്തി ലോകത്തോടുള്ള സന്ദേശമാണ്. അന്നുണ്ടായിരുന്ന യഹൂദ മത നേതാക്കന്മാരും യഹൂദ ഭക്തന്മാരും ഒരു വലിയ ആത്മീക അനുഭവത്തിൻ്റെ പിന്തുടർച്ചക്കാരാണ്. വർഷങ്ങൾക്ക് മുമ്പ് സീനായി മലയിൽ ദൈവം ഇറങ്ങി ഉടമ്പടി ചെയ്ത് ഇറക്കിക്കൊണ്ടുവന്ന ഒരു വലിയ സമൂഹം കാലാകാലങ്ങളിൽ ദൈവം അനുഗ്രഹിക്കപ്പെട്ട പ്രവാചകന്മാരെയും ശുശ്രൂഷകന്മാരെയും പുരോഹിതന്മാരെയും നൽകി അനുഗ്രഹിച്ച് നടത്തിയ ഒരു വലിയ സമൂഹം. ദൈവം അവരെക്കുറിച്ച് പറയുന്നത്, ഞാൻ അവരെ സൃഷ്ടിച്ചു, ഞാൻ അവരെ വീണ്ടെടുത്തു, ഞാൻ അവരെ തിരഞ്ഞെടുത്തു എന്നൊക്കെ പ്രത്യേകമായി പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഈ തിരഞ്ഞെടുപ്പിൻ്റെയും ദൈവം അവരെ അനുഗ്രഹിച്ചതിൻ്റെയും പിന്നിൽ ദൈവത്തിന് വലിയ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. തൻ്റെ ദാസനായി ഭൂമിയിൽ പാർക്കണം ആ സമൂഹം. അതുമാത്രമല്ല, ഇസ്രയേലിൽ സൂക്ഷിക്കപ്പെട്ടവരെയും തിരിച്ചു വരുത്തേണ്ടതിന് എനിക്ക് നീ ദാസനായിരുന്നത് പോരാ, നീ ജാതികൾക്ക് പ്രകാശമായിരിക്കണം എന്നുള്ളതായിരുന്നു. അപ്പോൾ ദൈവത്തിന് അവരെക്കുറിച്ചുള്ളൊരു ഉദ്ദേശം ലോകത്തിൻ്റെ മുമ്പിൽ ആധ്യാത്മിക പ്രകാശം കൊടുത്ത് ദൈവത്തെങ്കിലേക്ക് സമൂഹത്തെ കൊണ്ടുവരുവാനുള്ള ആധ്യാത്മിക ചൈതന്യമുള്ള ഒരു സമൂഹമായി ഈ ഭൂമിയിൽ പാർക്കണം എന്നുള്ളതായിരുന്നു ദൈവത്തിൻ്റെ ഉദ്ദേശം. എന്നാൽ അവരുടെ ചരിത്രം വായിക്കുമ്പോൾ ആ ആധ്യാത്മികത ശുഷ്കിച്ചു വരുന്ന അനുഭവം അവരുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് കാണാൻ കഴിയും. ഈ സമയത്ത് പ്രത്യേകിച്ച് നാം വായിച്ച വേദഭാഗത്തോടുള്ള ബന്ധത്തിൽ ആത്മീകമായി വളരെയധികം അധപ്പതിച്ചിരിക്കുന്ന സമയമാണ്. അതിനെ നോക്കിക്കൊണ്ട് കർത്താവ് ഹൃദയവേദനയോടെ ഈ സന്ദേശം കർത്താവ് പറഞ്ഞത് ഹൃദയത്തിൽ ഒരു തകർച്ചയുണ്ടായിക്കണ്ട. അതുകൊണ്ടാണ് ഈ അധ്യായത്തിൻ്റെ അവസാന ഭാഗം വായിക്കുമ്പോൾ കർത്താവ് വിലപിക്കുന്നതായി കാണാൻ കഴിയും. യെരൂശലേമേ യെരൂശലേമേ എന്ന് നോക്കി വിലപിക്കുന്നതായി കാണാനായിട്ട് കഴിയും. അതിൻ്റെ കാരണം കർത്താവിന് ഈ ജനത്തെക്കുറിച്ചുള്ളൊരു ഉദ്ദേശം പൂർണ്ണമായി പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് തൻ്റെ ഹൃദയത്തെ വേദനിപ്പിച്ചു. അവരെ ചേർത്ത് കൊള്ളാൻ കർത്താവിന് മനസ്സുണ്ടായിരുന്നു, എന്നാൽ അവർക്ക് മനസ്സായില്ല എന്നുള്ളത് തന്നെ വേദനിപ്പിച്ചു. അപ്പോൾ ഈ വേദഭാഗത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആധ്യാത്മികതയ്ക്ക് തകർച്ച വരാൻ സാധ്യത അല്ലെങ്കിൽ വഴിയൊരുക്കുന്ന ചില പ്രവണതകൾ അവിടെ നമുക്ക് കാണാൻ കഴിയും. ടെൻഡൻസീസ് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ കർത്താവ് ആധ്യാത്മിക ചൈതന്യമുള്ളവരായി നാം ജീവിക്കാൻ നമുക്ക് കാട്ടിത്തന്ന 4 മാതൃകകൾ കൂടെ കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് ഈ 2 വശവും ഒരുപോലെ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. ആത്മീക ചൈതന്യം നഷ്ടപ്പെടുവാൻ നമ്മളുണ്ടാകാവുന്ന ചില പ്രവണതകൾ നാം അത് ഒഴിവാക്കണമല്ലോ. അതുമാത്രമല്ല, നാം മലമേലിരിക്കുന്ന പട്ടണം പോലെ പ്രകാശിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് കൊണ്ട് അതുപോലെ പ്രകാശിക്കുവാൻ നമ്മെ ശക്തിപ്പെടുത്തുന്ന ചില ആത്മീക സ്വഭാവങ്ങൾ കർത്താവോടെ പ്രത്യേകമായി വർണ്ണിക്കുന്നതായി നമുക്ക് കാണാനായിട്ട് കഴിയും. വാസ്തവത്തിൽ അവരുടെ ജീവിതത്തിൻ്റെ അധപ്പതനം നിമിത്തം ഈ അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം നോക്കിയാൽ സ്വർഗരാജ്യത്തിൻ്റെ വാതിൽ അടയ്ക്കുന്നവരായി അവർ തീർന്നു. ക്ലോസിങ് ദ ഡോഴ്സ് ഓഫ് ഹെവൻ. 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നരകതുല്യമായ അനുഭവം വിശ്വാസ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു കൂട്ടമായി തീർന്നു എന്ന് നമുക്ക് കാണാൻ, സന്തോഷം കെടുത്തിക്കളയുന്ന അനുഭവം അവിടെ അവർക്ക് നൽകുന്നതായി കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇങ്ങനെ ഒരു സമൂഹത്തോട് കർത്താവ് സംസാരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ തിരുത്തേണ്ട ചില കാര്യങ്ങൾ, ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായ ചില പ്രവണതകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മുടെ ആത്മീക വർധനവിന് ഏറെ പ്രയോജനമാകും എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഒന്ന്, അവരുടെ ആധ്യാത്മിക ജീവിതത്തിൽ കാണപ്പെട്ട ദ്വിമുഖം,
ഡൈക്കോട്ടമി എന്ന് പറയുമ്പോൾ അത് ശരിയാകും. അവരുടെ ആത്മീക ജീവിതത്തിലുള്ള ഈ ഡൈക്കോട്ടമി, ഇരുമുഖം, വാസ്തവത്തിൽ കർത്താവ് അത് വളരെ വ്യക്തമായി പറയുന്നു. ഇങ്ങനെയാണ് പൊതുവെ ശിഷ്യന്മാരോട് പറഞ്ഞത്, അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ച് ചെയ്യണം, എന്നാൽ അവരുടെ പ്രവൃത്തികൾ പോലെ ചെയ്യരുത് താനും. വാസ്തവത്തിൽ വലിയൊരു ശാസന പോലെ എനിക്ക് തോന്നുന്നു. ഞാനിന്ന് ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് പൊതുവേ ഇങ്ങനെ ഒരു അഭിപ്രായം പുറകിൽ നിന്നുണ്ടായാൽ എൻ്റെ ഗതി എന്താകുമെന്ന് ചിന്തിച്ച് നോക്കുക. പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണം, എന്നാൽ പ്രവർത്തിക്കുന്നത് പോലെ ചെയ്യരുത് എന്ന് പറയുമ്പോൾ വളരെയധികം സാക്ഷ്യനഷ്ടം ഉണ്ടാകുന്നു എന്നുള്ളത് ഓർക്കണം. അപ്പോൾ ഈ സമൂഹത്തിന് വലിയ സാക്ഷ്യനഷ്ടമുണ്ടായി. ഡൈക്കോട്ടമി, പറയുന്നത് പോലെ ചെയ്യണം, എന്നാൽ അവർ പ്രവർത്തിക്കുന്നത് പോലെ ചെയ്യരുത്. വേർഡ്സ് ആൻഡ് വർക്ക് ആർ ടോട്ടലി ഡിഫറെൻറ്റ്. അവരുടെ വാക്കുകൾക്കും പ്രവർത്തനത്തിനും തമ്മിൽ വലിയ അന്തരം. ഗലാത്യലേഖനം 5-ാമത്തെ അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഗലാത്യയിലെ വിശ്വാസികളോട് പറഞ്ഞു, ആത്മാവിനാൽ ജീവിക്കുന്നു എങ്കിൽ, അങ്ങനെയാണ് നിങ്ങളുടെ അനുഭവമെന്ന് നിങ്ങൾ അഭിമാനിക്കുന്നതെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കണം. അപ്പോൾ ഇത് തമ്മിൽ ഒരു ഹാർമണി ഉണ്ടാകണം. അതായത് നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രഖ്യാപനവും നമ്മുടെ ജീവിത ശൈലിയുമായി നല്ല ഒരു പൊരുത്തം ഉണ്ടാകണം. ഇവർക്കത് നഷ്ടപ്പെട്ടു എന്നുള്ളത് കാണാനായിട്ട് കഴിയും. അങ്ങനെയുള്ള ജീവിതത്തെ പച്ചവാക്കുകളിൽ പറഞ്ഞാൽ കാപട്യം എന്ന് പറയുന്നതാണ് ഏറ്റവും എളുപ്പം. ദ്വിമുഖം എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു ഭംഗി പിടിപ്പിച്ച വാക്കുകൾ കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ആ വിശ്വാസ സമൂഹത്തെ നോക്കി അവരെ ശാസിച്ചത് അവരുടെയിലുള്ള ഭക്തിയിൽ വെളിപ്പെട്ടു വരുന്ന കാപട്യം. ഈ വേദഭാഗമൊക്കെ വായിക്കുമ്പോൾ വളരെ ശ്രദ്ധേയമാണ് കർത്താവ് അതിനോട് എങ്ങനെ പ്രതികരിച്ചു. കർത്താവിൻ്റെ ഹൃദയത്തെ ഏറ്റവും അധികം വേദനിപ്പിച്ച ഒരു സ്വഭാവമാണ് കാപട്യം. നമുക്ക് പല സ്ഥലങ്ങളിൽ കാണാനായിട്ട് കഴിയും. രണ്ട്, ശാസിച്ചതും, കർത്താവ് ശാസിച്ചതും ഇങ്ങനെ ഉള്ളവരെയാണ്. അവസാനമായി നമുക്ക് കാണാൻ കഴിയും അധ്യായത്തിൻ്റെ അവസാനത്തിൽ കർത്താവ് ശിക്ഷ വിധിച്ചതും ഇങ്ങനെയുള്ള സ്വഭാവത്തിനാണ്. അപ്പോൾ കർത്താവ് ദൈവം വെറുക്കുന്ന ഒരു വലിയ പാപമാണ് കാപട്യം എന്നുള്ളത് നാം ഓർക്കണം. വളരെ അധികം നാമും ശ്രദ്ധിക്കേണ്ട മേഖലയാണ്. അതായത് ജീവിതത്തിൻ്റെ അകത്തും പുറത്തും നമ്മുടെ ജീവിതത്തിന് ഒരു പൊരുത്തം ഉണ്ടാകണം, ഒരു ഹാർമണി ഉണ്ടാകണം. ഇൻസൈഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വിശ്വാസ ജീവിതത്തിൽ ഓർക്കണം, ആന്തരിക ജീവിതത്തിന് വലിയ പ്രാധാന്യം ഉണ്ട്. അത് വളരെ വ്യക്തമാണ്. അതിന് ഒരു പ്രത്യേക കാര്യം കൂടെയുണ്ട്. നമ്മുടെ ഇൻസൈഡാണ്, നമ്മുടെ ആന്തരിക ജീവിതമാണ് നമ്മുടെ ബാഹ്യ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. ഒരു വാക്യത്തിൽ ഞാനതൊന്ന് വെളിപ്പെടുത്താൻ ശ്രമിക്കാം. കർത്താവ് പറഞ്ഞു, ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായി പ്രസ്താവിക്കുന്നത്. അപ്പോൾ വായി പ്രസ്താവിക്കുമ്പോൾ നാവിനെ പറ്റിയ അബദ്ധമല്ല, ഹൃദയത്തിൽ നിറഞ്ഞ് കവിയുന്നതാണ് നാവിൽ കൂടെ വരുന്നത്. വാട്ട് ഈസ് ഇൻസൈഡ് ഈസ് കമ്മിങ് ഔട്ട്. അതുകൊണ്ട് ആന്തരിക ജീവിതം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമായ കാര്യമാണ് എന്നുള്ളത് ഓർക്കണം. ഇൻസൈഡ് കൺട്രോൾസ് ദി ഔട്ട്സൈഡ്. പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം മനുഷ്യൻ്റെ പുറമേ ഉള്ള കാര്യങ്ങളെ നോക്കുന്നത് പോലെ തന്നെ അകമേ ഉള്ള കാര്യങ്ങൾ നോക്കുന്നു. മനുഷ്യർ പുറമേ ഉള്ളത് മാത്രമേ നോക്കുന്നുള്ളൂ. യഹോവയോ അന്തരംഗങ്ങളെ ശോധന ചെയ്യുന്നു. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ അനുതാപത്തിലേക്ക് പോയ സമയത്ത് അദ്ദേഹം പ്രാർത്ഥിച്ചു, അന്തരംഗത്തിലെ സത്യമല്ലോ യഹോവേ നീ ഇച്ഛിക്കുന്നത്. വാട്ട് ഡസ് ഗോഡ് ഡിസയർ? ട്രൂത്ത് ഇൻ ദ ഇന്നർ ബീയിങ്. വിശ്വാസ ജീവിതത്തിൽ ആധ്യാത്മിക ജീവിതത്തിൻ്റെ ശക്തി, ആധ്യാത്മിക ജീവിതത്തിൻ്റെ ആ ശോഭ എന്ന് പറയുന്നത് അന്തരംഗത്തിൽ, നമ്മുടെ ഹൃദയത്തിലുള്ള ട്രൂത്താണ്. അതിന് വലിയ വില ദൈവത്തിൻ്റെ മുമ്പിലുണ്ട് എന്നുള്ളത് ഓർക്കണം. ഒരു ഭക്തനായ മനുഷ്യൻ ഇപ്രകാരം പറഞ്ഞു, പ്രസന്റ് ഡേ റിലീജിയസ് ഫാഷൻ ഈസ് ടു കീപ് ദ ലോസ് ഓഫ് ഗോഡ് ബിഫോർ ദി ഐസ് ഓഫ് മെൻ ബട്ട് വയലേറ്റ് ഇറ്റ് ഇൻവേർഡ്ലി. ആധുനിക കാലത്തെ
ആത്മീക ഫാഷൻ എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യരുടെ മുമ്പിൽ ദൈവിക പ്രമാണം കാക്കുകയും ആന്തരികമായി അതിനെ ലംഘിക്കുകയും ചെയ്യുക എന്നുള്ളത്. ആത്മാർത്ഥമായി നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കിയാൽ ഈ പ്രവണത നമ്മെ ധാരാളം ഭരിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് വാസ്തവത്തിലൊരു ജയം ആവശ്യമാണ്. ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് നമ്മുടെ ജീവിതത്തിന് ഒരു പൊരുത്തം ഉണ്ടാകണം, ഹാർമണി ഉണ്ടാകണം. അങ്ങനെയുള്ള ആത്മീയതയാണ് ദൈവം മാനിക്കുന്നത് എന്നുള്ളത് ഓർക്കുക. ഈ ഇങ്ങനെയുള്ള വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്, നമ്മുടെ സന്തോഷം നഷ്ടപ്പെട്ടു പോകും. ഈ പൊരുത്തമില്ലാത്ത രീതിയിൽ, ഹാർമണി ഇല്ലാതെ, ഹൃദയത്തിൻ്റെ അന്തർഭാഗവും ബാഹ്യ ജീവിതവും തമ്മിൽ ബന്ധമില്ലാതെ ജീവിക്കാൻ ശ്രമിച്ചാൽ വി ക്യാൻ നെവർ ബി ജോയ്ഫുൾ. കാരണം അകത്ത് ഈ മൽപ്പിടുത്തം നടക്കുന്നുണ്ട്. പിന്നെ അകമേ വേറൊരു കാര്യം കൂടെ നടക്കുന്നുണ്ട്. എൻ്റെ അകമേ ഉള്ളത് അല്ലെങ്കിൽ മറഞ്ഞിരിക്കുന്ന ഭാഗത്തുള്ള ജീവിതം എന്തെങ്കിലും പുറത്തു വരുമോ എന്നുള്ളൊരു ഭയവും നമ്മെ ഭരിക്കുന്നത് കൊണ്ട് ഒരു കാലത്തും നമുക്ക് സന്തോഷത്താൽ നിറഞ്ഞ് ജീവിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതമാണെങ്കിലും ആ സൗഭാഗ്യത്തിൻ്റെ പൂർണ്ണത പലർക്കും അനുഭവിക്കാൻ കഴിയാതെ പോകുന്നതിൻ്റെ കാരണം ദേ ആർ നോട്ട് ഇൻവേർഡ്ലി റൈറ്റ്. ആന്തരികമായി ശരിയല്ല. ദൈവം അത് പ്രത്യേകമായി നോക്കുന്നു എന്നുള്ളത് ഓർത്തുകൊള്ളണം. രണ്ട്, ഈ നമ്മുടെ ജീവിതത്തിൽ ആന്തരികമായിട്ടുള്ള ഭാഗത്തും ബാഹ്യമായ ഭാഗത്തും തമ്മിലുള്ള അല്ലെങ്കിൽ പ്രവർത്തനവും തമ്മിൽ ഒരു പൊരുത്തമില്ലെങ്കിൽ നമ്മുടെ വിശ്വാസ പ്രഖ്യാപനത്തെ മറ്റുള്ളവർ വിശ്വസിക്കത്തില്ലെന്ന് മാത്രമല്ല, അത് കേൾക്കുമ്പോൾ അവർക്കൊരു കൺഫ്യൂഷനാണ്. അവർ വിറ്റ്നസിങ് കൺഫ്യൂസസ് അതർ പീപ്പിൾ ബിക്കോസ് അവർ ലൈഫ് ഈസ് എ ഹിപ്പോക്രിറ്റിക്കൽ ലൈഫ്. ഞാനൊരു ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാകുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. എൻ്റെ സ്വന്തം അനുഭവം തന്നെ പറയാം. തെക്കൻ, അതായത് കൊല്ലത്തിനപ്പുറത്ത് CSIക്കാരുടെ ഒരു ഡിസ്ട്രിക്റ്റ് കൺവെൻഷൻ വേണ്ടി എന്നെ ക്ഷണിച്ചു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ അവിടുത്തെ അച്ഛൻ എനിക്ക് എഴുതി, സാറേ ഒരു ഫോട്ടോ അയച്ചു തരണേന്ന്. ഏതാനും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. പുതിയ ഈ ഡിജിറ്റൽ ടെക്നോളജി അങ്ങനെ ഭംഗിയായ ഇപ്പോൾ ഡെവലപ്പ് ചെയ്തതുപോലെ ഉള്ള കാലമല്ല. അപ്പോൾ തിരുവല്ലയിൽ അഞ്ജലി സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു സ്റ്റുഡിയോ ഉണ്ട്. അത് നവജോദയത്തിൻ്റെ പ്രത്യേക സ്റ്റുഡിയോയാണ്. ഞങ്ങളുടെ അവിടുത്തെ എല്ലാ പടവും അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫും എടുക്കുന്നത് അഞ്ജലി സ്റ്റുഡിയോക്കാരാണ്. അപ്പം ഞാൻ തീരുമാനിച്ചു അവിടെ പോയി ഒരു നല്ല ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കാൻ. നോട്ടീസിലിടാനാണ് അച്ഛൻ ചോദിച്ചത്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അഞ്ജലി സ്റ്റുഡിയോക്കാരൻ തീരുമാനിച്ചു ഈ സാറിനെ ഒന്ന് ഭംഗിയാക്കി കളയാമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. എനിക്ക് ഒരു പേഴ്സണാലിറ്റി ഡിഫിസിറ്റ് ഉള്ളൊരു വ്യക്തിയാണ്, അത് എനിക്ക് തന്നെ ബോധ്യമുള്ളൊരു മനുഷ്യനാണ്. അതുകൊണ്ട് അദ്ദേഹം തീരുമാനിച്ചു എത്രയും ഭംഗിയാക്കാമോ അത്രയും ഭംഗിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അദ്ദേഹം ഇച്ചിരി വർക്കൊക്കെ അതിൻ്റെ മേൽ ചെയ്ത് നല്ലൊരു ഫോട്ടോഗ്രാഫ് കിട്ടി. അപ്പോൾ കണ്ടപ്പോൾ എനിക്കും സന്തോഷമായി. ഞാൻ സുമയെ കാണിച്ചപ്പോൾ സുമയ്ക്കും സന്തോഷമായി. ഇത് അയച്ചു കൊടുത്തു. അത് വെച്ച് നോട്ടീസും അടിച്ചു. പതിവില്ലാതെ ഞാൻ ആ കൺവെൻഷൻ ഇച്ചിരി നേരത്തെ ഇരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു പാഴ്സനേജിൽ വിശ്രമിച്ചാട്ടെ, സമയമാകുമ്പം വിളിക്കാവുന്നു. ഞാൻ അവിടെ ചെന്ന സമയം മുതൽ കൊച്ചമ്മ എന്നെ അടിമുടി നോക്കുക. അവസാനം ഞാൻ ഓർത്ത് എന്താ ഈ കൊച്ചമ്മ എന്നെ ഇങ്ങനെ നോക്കുന്നത്. അവസാനം പറഞ്ഞു, സാറേ ഫോട്ടോയിലുള്ളതുപോലെ അല്ലല്ലോ. അപ്പോൾ ജീവിതത്തിൽ കാപട്യം വന്നാൽ മറ്റുള്ളവർക്ക് വിശ്വസിക്കാൻ പ്രയാസമാണെന്നുള്ളത് മനസ്സിലായല്ലോ. എന്തുകൊണ്ടാണ് സുവിശേഷത്തിന് ഇന്ന് ഫലമില്ലാത്തത്? സുവിശേഷത്തിന് മൂർച്ചയുണ്ട് കേട്ടോ, അതൊരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഫ്രൂട്ട്ഫുൾ. കാരണം നമ്മളിത് കൊണ്ടു നടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള ഈ ഇരുമുഖമുണ്ടല്ലോ, ടു ഫേസസ്, കൺഫ്യൂസസ് ദ പീപ്പിൾ ഔട്ട്സൈഡ്. അവർക്കാകെ ചിന്താക്കുഴപ്പമാണ്, അതവർക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ഏറെ ആവശ്യമായ ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിനകത്ത് മറഞ്ഞിരിക്കുന്ന കാപട്യം മാറണം. ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ മറ്റുള്ളവരുടെ മുമ്പിൽ
പ്രവർത്തനങ്ങളൊക്കെ ഭംഗിയാകണമെന്നുള്ളത്, നമ്മുടെ ചിട്ടകളും പ്രകടനങ്ങളും ആചാരങ്ങളും എല്ലാം നന്നായിരിക്കണമെന്ന് വളരെ ആഗ്രഹമാണ്. എന്നാൽ അതേ പ്രമാണങ്ങൾ ആന്തരികമായി പാലിക്കുന്നുണ്ടോ എന്നുള്ളത് ദൈവത്തിന് വലിയൊരു വിഷയമാണ്. അപ്പോൾ ഇന്ന് രാത്രി നമുക്ക് ഒരു ജീവിതത്തിന് രൂപാന്തരവും ചൈതന്യവും വരാനാണല്ലോ കൺവെൻഷൻ. നമ്മുടെ ജീവിതത്തെ വാസ്തവമായി ഒന്ന് ശോധന ചെയ്യേണ്ടത് ഏറെ ആവശ്യമാണ്. ഒരു മനുഷ്യൻ യാത്ര ചെയ്തു പോയപ്പോൾ വെനിസിൽ ട്രാൻസിറ്റ് ചെയ്യാനിടയായി. വെനിസിൽ ഇറങ്ങാനല്ലാണ്ട് അവിടെ ഒന്ന് ഇറങ്ങിയേച്ച് അടുത്ത ഫ്ലൈറ്റ് എടുക്കാൻ തമ്മിൽ ഇടയ്ക്ക് ഏകദേശം ഒരു 10-12 മണിക്കൂർ ഗ്യാപ്പുണ്ട്. അപ്പോൾ വെനിസിനെ കുറിച്ച് അദ്ദേഹം കേട്ടിട്ടുണ്ട്. അപ്പോൾ ഓർത്ത് ഇവിടെ ഒന്ന് ഷോപ്പ് ചെയ്ത് കളയാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അവിടെ വളരെ ചില കാര്യങ്ങളൊക്കെ പ്രത്യേകമായി കിട്ടുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഷോപ്പ് ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചു. ചെന്നിറങ്ങിയ സമയത്താണ് മനസ്സിലായത് അവിടെയുള്ള ഏതോ ഒരു വിശുദ്ധനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധനോടുള്ള പേരിൽ ഒരു വലിയ സെലിബ്രേഷനാണ്, ഫെസ്റ്റിവലാണ്. കടയൊന്നും തുറക്കത്തില്ല. കാത്തലിക് ഏരിയ ആണ് അവിടെ. എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുക. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി ഒരു ഗൈഡിനോട് ചോദിച്ചു, എനിക്ക് ഷോപ്പ് ചെയ്താൽ കൊള്ളാം, പക്ഷേ ഷോപ്പ് എല്ലാം അടച്ചിരിക്കുകയാണല്ലോ, എനിക്ക് വളരെ നിരാശയുണ്ടെന്ന് പറഞ്ഞു. ഐ എം സോ ഡിസപ്പോയിൻറ്റഡ്. അപ്പോൾ ആ ഗൈഡ് പറഞ്ഞു, സാറ് ഭാരപ്പെടണ്ട, ഞാൻ തക്ക സ്ഥലത്ത് കൊണ്ടുപോവാ. അപ്പോൾ ഈ ഷോപ്പ് ഇങ്ങനെ നിരയായിരിക്കുന്നതിൻ്റെ പുറകിൽ കൂടെ കൊണ്ടുപോയി. പുറകിൽ കൂടെ കൊണ്ടുപോയപ്പോൾ പല കടകളുടെയും പുറകു തുറന്നിട്ടുണ്ട്. അകത്തോട്ട് നോക്കിയപ്പോൾ കച്ചവടം നോർമലായി നടക്കുന്നുമുണ്ട്. മുമ്പിൽ നോക്കിയാൽ ഫെസ്റ്റിവലിനോടുള്ള ബന്ധത്തിൽ റിലീജിയസ് ആയിട്ട് അടച്ചിരിക്കുക. The front is religiously closed, but the rear side business as usual. പലരുടെയും ആത്മീക ജീവിതം ആ മുൻവശം ഉണ്ടല്ലോ ഭംഗിയാക്കി, വളരെ ഭക്തി വെളിപ്പെടുന്ന രീതിയിൽ നാം അതിനെ അലങ്കരിക്കും. പക്ഷേ ജീവിതത്തിൻ്റെ മറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ എങ്ങനെ ഇരിക്കുന്നു എന്ന് ശോധന ചെയ്യാം. നമ്മുടെ ഹൃദയത്തിൻ്റെ സന്തോഷം കെടുത്തുകയും നമ്മുടെ സാക്ഷ്യം മറ്റുള്ളവർ വിശ്വസിക്കാൻ കഴിയാതെ വണ്ണം അവരെ കൺഫ്യൂസ് ചെയ്യുകയും ചെയ്യുന്ന കാര്യമാണ് ഇത് എന്ന് ഞാൻ സൂചിപ്പിച്ചു. എന്നാൽ പ്രധാനപ്പെട്ട കാര്യം ഞാനൊന്ന് പറയട്ടെ. ദൈവികമായ ന്യായവിധി കാപട്യ ജീവിതത്തിനുണ്ട് എന്നുള്ളതിന് സംശയമില്ല. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തികളിൽ 5-ാമത്തെ അധ്യായത്തിൽ 2 പേരുടെ കഥ അവിടെ ചേർത്തിരിക്കുന്നു. ദൈവസഭയ്ക്കുള്ളിൽ ദൈവരാജ്യ ശൈലിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന 2 പേർക്ക്, അനന്യാസിന് സഫീറായിക്കും വന്ന് സംഭവിച്ചത് വർണ്ണിക്കാൻ ഞാൻ ഇനി സമയമില്ല. എവിടെയാണ് ആരംഭിച്ചത് നോക്കിയേ. അവരുടെ ഹൃദയം വഞ്ചിക്കപ്പെട്ടു. ഹാർട്ട് വാസ് ഡിസീവ്ഡ്. അവിടെയാണ് ആരംഭിച്ചത്. പിശാച് നിന്റെ ഹൃദയത്തെ വശീകരിച്ചു എന്നാണ് പത്രോസ് പറയുന്നത്. സോ ഹാർട്ട് വാസ് റിസീവ്ഡ്. അങ്ങനെ ജീവിതത്തിൽ ഹൃദയത്തിനകത്ത് അശുദ്ധി വന്നു കഴിഞ്ഞപ്പോൾ ജീവിതത്തിനകത്ത് വഞ്ചനയുടെ ആത്മാവായി. അപ്പോൾ അവർ പണം കൊടുക്കാൻ തീരുമാനിച്ചു. 2 പേരും കൂടെ തീരുമാനിച്ചു ഭാഗികമായി കൊടുത്താൽ മതിയെന്ന്. ഭാഗികമായി തമ്പുരാന് കൊടുക്കുന്നതിന് തമ്പുരാൻ ഒരു വിഷയവുമില്ല. പക്ഷേ ഭാഗികമായി കൊടുത്തിട്ട് മുഴുവനായി കൊടുത്തു എന്നുള്ള ധാരണ കൊടുക്കുന്നതിലാണ് ദൈവത്തിന് വിഷയം. ദാറ്റ്സ് വാട്ട് ഗോഡ് ഈസ് കൺസേൺഡ് അബൌട്ട്. അവിടെ കാപട്യം കണ്ടോ. അപ്പോൾ ഹൃദയത്തിനകത്ത് അശുദ്ധി വന്നു, ജീവിതത്തിൽ വഞ്ചന വന്നു. ആത്മീക ജീവിതത്തിൽ എന്ത് സംഭവിച്ചു? പരാജയം ഉണ്ടായി. ജീവിതം എവിടെ അവസാനിച്ചു? ഡിസ്ട്രോയിഡ്, നഷ്ടപ്പെട്ടു. ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ആത്മീകമായി വളരെ ആക്റ്റീവായിരിക്കുന്നവരായിരിക്കാം. ഈ 23-ാം അധ്യായത്തിൽ കാണുന്ന ഭക്തിലോകം വളരെ ആക്റ്റീവായിട്ടുള്ള പ്രവർത്തനത്തിൽ ഉൾപ്പെട്ടു നിൽക്കുന്ന ആളുകളാണ്. വെരി ആക്റ്റീവ് റിലീജിയസ്ലി. എന്നാൽ തമ്പുരാൻ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ പറഞ്ഞു, അവരുടെ പ്രവൃത്തി പോലെ ചെയ്യരുത്. അവർ പറയുന്നതിൽ നല്ല കാര്യങ്ങളുണ്ട്, എന്നാൽ അവരുടെ പ്രവൃത്തി പോലെ ചെയ്യരുത്.
കർത്താവ് പറഞ്ഞ വാക്കുകൾ ഞാനിവിടെ നിന്ന് ആവർത്തിക്കട്ടെ. ഈ ജനം എന്നെ അധരം കൊണ്ട് ആരാധിക്കുന്നു, അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയായിരിക്കുന്നു. രാത്രി ശോധന ചെയ്യണേ, നമ്മുടെ ജീവിതം എവിടെ നിൽക്കുന്നു എന്ന് നോക്കണം. ആർ വി ട്രൈങ് ടു ഇംപ്രസ് പീപ്പിൾ? മറ്റുള്ളവരുടെ മുമ്പിൽ ഭക്തിയുള്ളവർ എന്ന് നാം സാധൂകരിക്കുകയോ അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ വെളിപ്പെടുത്തുകയും നമ്മുടെ ആന്തരിക ജീവിതവും രഹസ്യ ജീവിതത്തിലും വേറൊരു ശൈലിയിലും ജീവിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി കർത്താവിനോട് പറയണം, കർത്താവേ, ആ പ്രവണതയിൽ നിന്ന് എന്നെ രക്ഷിക്കണം. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ഞാൻ ആത്മീക ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയ സമയത്ത് കൊച്ചിയിലെ ഒരു കൂട്ടായ്മ യോഗത്തിനാണ് പോയത്. ആ കൂട്ടായ്മ യോഗത്തിന് പോയപ്പോൾ ആ ഭവനത്തിലുള്ള ആളുകൾ പറഞ്ഞു, നല്ലൊരു പ്രസംഗം കേൾപ്പിക്കാവുന്നു. അപ്പോൾ അന്ന് കാസറ്റ് ടേപ്പിൻ്റെ വീഡിയോ കാസറ്റിൻ്റെ കാലമാണ്. വീഡിയോ കാസറ്റ് ഇട്ട് നല്ലൊരു പ്രസംഗം കേട്ടു. എന്നെ വളരെ ആകർഷിച്ചു. വളരെ ആഴത്തിലുള്ള സന്ദേശം, ശക്തിയുള്ള സന്ദേശം, നല്ല ഭാഷ, ഗ്രേറ്റ് വൊക്കാബുലറി. അപ്പം ഞാൻ മനസ്സിലിരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചു, ദൈവമേ, അതുപോലെയുള്ള ഒരു ഭാഷാവരവും ഒക്കെ കിട്ടിയിരുന്നേ നല്ലതായിരുന്നല്ലോ. എന്നാൽ ഏതാനും കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ആ പ്രസംഗിച്ച വ്യക്തിയെക്കുറിച്ച് ഞാൻ കേൾക്കാനിടയായി. അമേരിക്കൻ ഐക്യനാടിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹത്തിൻ്റെ പ്രസംഗം പോകത്തക്കവണ്ണമുള്ള റേഡിയോയും ടെലിവിഷൻ നെറ്റ്വർക്കും ഉണ്ട്. അനേകർ അദ്ദേഹത്തോട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. ആ പേരിലൊരു യൂണിവേഴ്സിറ്റിയുണ്ട്. എന്നാൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വേറൊരു സ്ത്രീയുമായി രഹസ്യ ബന്ധം വന്നു. അത് മറഞ്ഞിരിക്കുമ്പോൾ പ്രസംഗം ആസ് യൂഷ്വൽ, പ്രീച്ചിങ് ആസ് യൂഷ്വൽ. എന്നാൽ ജീവിതത്തിൻ്റെ ഉൾമുറികളിൽ പാപം. പ്രിയപ്പെട്ടവരെ, കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ പുറത്തു വന്നു. എത്രമാത്രം തകർന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രവും അദ്ദേഹത്തിൻ്റെ വാക്കുകളും ശ്രദ്ധിച്ചാൽ അറിയാം. ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്യണം. ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കണം. ദൈവമേ, നീ എന്നെ ശോധന ചെയ്ത് എൻ്റെ നിലവുകളെ നീ അറിയണം. വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് അങ്ങ് ശോധന ചെയ്യണം. ഷോ മീ ലോർഡ്. അതുമാത്രമല്ല, ശാശ്വത മാർഗത്തിൽ നീ എന്നെ നടത്തണം. രണ്ടാമത്തെ പ്രവണത നോക്കിക്കാട്ടെ, 4-ാം വാക്യം. അവർ ഘനമുള്ള ചുമടുകളെ കെട്ടി മനുഷ്യരുടെ തോളിൽ വയ്ക്കുന്നു, ഒരു വിരൽ കൊണ്ടുപോലും അവയെ തൊടുവാൻ അവർക്ക് മനസ്സില്ല. അങ്ങനെയുള്ള ഒരു ഭക്തന്മാരുടെ കൂട്ടമാണ്. അതായത് മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ ഘനമുള്ള കാര്യം തന്നെ വേണം, അവരുടെ ജീവിതത്തിൽ അതൊന്നും വേണ്ട. ഞാനിതിനെ ഇപ്രകാരം ഒന്ന് വ്യാഖ്യാനിച്ച് പറഞ്ഞോട്ടെ. 2 സ്റ്റാൻഡേർഡ്, ഡബിൾ സ്റ്റാൻഡേർഡ്. മറ്റുള്ളവരുടെ കാര്യത്തിൽ വളരെ കർക്കശമായ കാര്യങ്ങളാണ്, നിയമങ്ങളുമാണ്. സ്വന്തം കാര്യം വരുമ്പോൾ വളരെ ലഘുവായിട്ടാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത്. ഹൈ എക്സ്പെക്റ്റേഷൻ ഫ്രം അതർ പീപ്പിൾ. മറ്റുള്ളവരുടെ ജീവിതത്തിലുള്ള ധാർമ്മികതയും മറ്റു കാര്യങ്ങളും ആത്മീയതയോടുള്ള ബന്ധത്തിൽ നമുക്ക് വലിയ എക്സ്പെക്റ്റേഷനാണ്. നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്ക് വരുമ്പോൾ അതിനെ വളരെ ലഘുവായിട്ടാണ് കാണുന്നത്. പലപ്പോഴും വിമർശിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ വരുന്ന തെറ്റുകളെയൊക്കെ ആ പാപം വളരെ വ്യക്തമായി പറഞ്ഞേ പറയത്തുള്ളൂ. ഇന്ന കാര്യം ഒന്നും ലഘുവാക്കത്തില്ല, വളരെ വ്യക്തമായി ആ പാപം എന്താണെന്ന് അത് മെൻഷൻ ചെയ്തേ പറയത്തുള്ളൂ. നമ്മുടെ കാര്യം പറയുമ്പോൾ എന്ത് പറയുമെന്നറിയോ? ഒരു ബലഹീനത, ആ ചെറിയ കുറവ് സാധാരണമല്ലേ? നമ്മുടെ ജീവിതത്തെ ഒന്ന് പൊതിയാനായി ശ്രമിക്കും. അപ്പോൾ ഡബിൾ സ്റ്റാൻഡേർഡാണ്. ഹാർഷ് ഓൺ അതേഴ്സ്, സോഫ്റ്റ് ഓൺ അവർ സെൽസ്. മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ കഠിനം, നമ്മളോടുള്ള ബന്ധത്തിൽ വളരെ സോഫ്റ്റാണ്. മാതാപിതാക്കളോടുള്ള ബന്ധത്തിൽ ഒന്ന് പറഞ്ഞോട്ടെ, കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ നമുക്കുണ്ടല്ലോ കർശനമായ നിയമമാണ്.
എന്നാൽ നമ്മുടെ കാര്യത്തിൽ ഒരല്പം നമ്മൾ ലഘൂകരിക്കും. പ്രത്യേകിച്ച് പറയാൻ സാധ്യതയുള്ളൊരു വാചകം കൂടെ ഞാൻ പറയാം. ആഫ്റ്റർ ഓൾ വി ആർ അഡൾട്ട്സ്. നമ്മൾ പ്രായമൊക്കെ ആയവരല്ലേ, വി ക്യാൻ ഹാവ് ഇറ്റ്. വാസ്തവത്തിൽ ദൈവം വെറുക്കുന്ന ഒരു കാര്യമാണ്. ഒരേ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഒരു ഉദാഹരണം പറയുമ്പോൾ അത് ഭംഗിയായി വരും. ഒരു പോലീസ് ഓഫീസറിൻ്റെ മോള് കൂട്ടുകാരുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. സ്കൂൾ അടയ്ക്കൂ, കോളേജ് അടയ്ക്കൂ ഏതാണ്ട് ചെയ്തു. എന്നാൽ അവർ പ്രായപൂർത്തിയായില്ല. അങ്ങനൊരു ഗ്രൂപ്പാണ്. 18 ആയില്ല, 17 സംതിങ് ആയിരുന്നു. അവർ പോയി, അവർ സെലിബ്രേറ്റ് ചെയ്തെന്ന് മാത്രമല്ല, അവർ മദ്യപിച്ചു. മടക്ക യാത്രയിൽ കാർ ആക്സിഡൻറ്റിലായി. 1-2 പേർ മരിച്ചു. അപ്പോൾ ഈ പോലീസ് ഓഫീസറിൻ്റെ വളരെയധികം ക്ഷുഭിതനായി. അദ്ദേഹം ഇതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കണം. ആരാണ് ഈ അണ്ടർ ഏജ്ഡ് ഗ്രൂപ്പിന് മദ്യം നൽകിയത്? പോലീസുകാരനായതുകൊണ്ട്, ഓഫീസറും ആയതുകൊണ്ട് നല്ലതുപോലെ അന്വേഷിച്ചു. പക്ഷെ പിടികിട്ടിയില്ല. കുറച്ചുനാൾ കഴിഞ്ഞ് തൻ്റെ സ്വന്തം വീട്ടിൽ എന്തോ ഒരാവശ്യത്തിന് തൻ്റെ സെല്ലറുണ്ടല്ലോ, വല്ലവരുമൊക്കെ വന്നാൽ സൽക്കരിക്കാൻ വെച്ച സെല്ലറൊന്ന് തുറന്നപ്പോൾ അതിനകത്തൊരു ചെറിയ നോട്ട് ഇരിക്കുന്നു. അന്ന് മോൾ എഴുതി വെച്ചതാ, ഡാഡി ഞങ്ങൾക്ക് വേണ്ടുന്ന ലിക്കർ കിട്ടിയില്ല, ഞങ്ങൾ ശ്രമിച്ചു, അതുകൊണ്ട് സോറി ഡാഡി, ഐ ഹാവ് സ്റ്റോളൻ 1 ഫ്രം യുവർ സെല്ലർ. ആ കുറിപ്പ് അതിനകത്ത് ഇരിപ്പുണ്ട്. നോക്കിക്കാട്ടെ, 2 നിലവാരമല്ലേ ആ പിതാവിന്. ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തെ വീണ്ടും ഒന്ന് ശോധന ചെയ്യാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. 3-ാമത്തെ അവരുടെ പ്രവണത നോക്കിക്കാട്ടെ. അതായത് ഈ തിളങ്ങുന്ന പ്രകടനങ്ങൾ. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇങ്ങനെയാണ് നാം കാണുന്നത്. അവരുടെ പ്രവൃത്തികളെല്ലാം 5-ാം വാക്യം, മനുഷ്യർ കാണേണ്ടതിന് അത്രേ അവർ ചെയ്യുന്നത്. തങ്ങളുടെ മന്ത്രപ്പെട്ട വീതിയാക്കി തൊങ്ങൽ വലുതാക്കുന്നു. എന്ന് പറഞ്ഞാൽ അവരുടെ പ്രവർത്തനത്തിനൊക്കെ അല്പം ഗ്ലിറ്ററും ഗ്ലാമറും എല്ലാം വേണം. എപ്പോഴും ഓർക്കണം, മൂല്യം കുറയുമ്പോൾ അലങ്കാരം കൂടാനുള്ളൊരു പ്രവണത നമുക്കുണ്ട്. ഒന്നുകൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അകത്തെ ഉള്ള മൂല്യം കുറയുമ്പോൾ പുറമേ ഒരല്പം കൂടെ അലങ്കരിക്കാൻ ശ്രമിക്കും. ഈ ബിസിനസ്സിലെ ആ ബിസിനസ്സുകാർക്ക്, ഓർഗനൈസേഷന് എന്തെങ്കിലും വലിയ തകർച്ച ഉണ്ടായിക്കഴിയുമ്പോൾ, ഫൈനാൻഷ്യൽ തകർച്ച ഉണ്ടാകുമ്പോൾ, സാമ്പത്തിക തകർച്ച ഉണ്ടാകുമ്പോൾ പലപ്പോഴും പലരും ചെയ്തിട്ടുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. അവരുടെ ഫ്രണ്ട് ഓഫീസ് ഉണ്ടല്ലോ, പഴയതിലും അല്പം കൂടെ ഭംഗിയുള്ളതാക്കും. അതിൻ്റെ എന്തിനാണെന്നറിയാമോ? ആളുകൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഈ ബിസിനസ്സിന് ഒരു ക്ഷീണമുണ്ടായി എന്ന് വരരുത്. സോ ദ ഫ്രണ്ട് ഓഫീസ് ഭംഗിയായിട്ട് അങ്ങാക്കിയിരിക്കുക. വാസ്തവത്തിൽ എവിടെയാണ് ശോധന ചെയ്യേണ്ടത്? അക്കൗണ്ട് ബുക്സ് നോക്കിയാൽ അറിയാം, ഫൈനാൻസ് നോക്കിയാൽ അറിയാം. അപ്പോൾ അകമേ ഉള്ള ശൂന്യത മൂടി വെക്കാൻ നാം പുറമേ പല കാര്യങ്ങൾക്കൊന്ന് കൊണ്ട് അലങ്കരിക്കുവാൻ ശ്രമിക്കാറില്ലയോ എന്ന് നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുന്നത് നല്ലതാണ്. പല കാര്യങ്ങൾക്കും ഈ ഗ്ലിറ്റർ ആൻഡ് ഗ്ലാമർ ദൈവരാജ്യത്തിലെല്ലാം ഭംഗിയായി ചെയ്യണം കേട്ടോ. എന്നാൽ അതിനെ വലിയ തിളക്കത്തിന് വേണ്ടിയുള്ള ഒരു പ്രവണത ഉണ്ടാകുമ്പോൾ there is something wrong. അതല്ലല്ലോ നമ്മുടെ പ്രാധാന്യം. ആന്തരികമായിട്ടുള്ളൊരു ശക്തി ഉണ്ടാകണം. 1-ാമത്തെ രാജാവായിരുന്ന സൗൽ അമാലേക്കരുമായി യുദ്ധത്തിന് പോകുമ്പോൾ ദൈവം പറഞ്ഞിരുന്നു അമാലേക്കരെ പൂർണ്ണമായി നശിപ്പിക്കണം. അതായിരുന്നു കൽപ്പന. അദ്ദേഹം പോയി, ദൈവം ജയം കൊടുക്കാൻ അനുവാദവും കൊടുത്തു. ദൈവത്തിൻ്റെ കൃപ അദ്ദേഹത്തോടു കൂടെ ഇരുന്നു. അമാലേക്കരെ ജയിച്ചു. എന്നാൽ അദ്ദേഹം ചെയ്തത് ഇപ്രകാരമാണ്: മേത്തരമായത് ശേഷിപ്പിച്ചു, ഹീനമായതൊക്കെ നശിപ്പിച്ചു. ശമൂവേൽ പ്രവാചകൻ വന്നപ്പോൾ അദ്ദേഹം പലതും കണ്ടെത്തുന്നതിന് മുമ്പേ ജനം പറഞ്ഞു, സൗൽ മടങ്ങി വന്നു, രാജാവ് മടങ്ങി വന്നു.
ജയം അദ്ദേഹത്തിന് ലഭിച്ചതുകൊണ്ട് ജ്ഞാപകസ്തംഭം നാട്ടി, മെമ്മോറിയൽ സ്ഥാപിച്ചു. തിളക്കം ഉണ്ടാകട്ടെ. ഘോഷയാത്രയും നടത്തി. 1 ശമൂവേൽ 15 വായിച്ചാൽ നമുക്കതിൻ്റെ മുഴുവൻ കാണാനായിട്ട് കഴിയും. അപ്പോൾ ജ്ഞാപകസ്തംഭവും നാട്ടി, ഘോഷയാത്രയും നടത്തി. തമ്പുരാനെ സംബന്ധിച്ചിടത്തോളം ജ്ഞാപകസ്തംഭമോ ഘോഷയാത്രയോ ദൈവത്തിന് പ്രസാദമുള്ളൊരു കാര്യമല്ല. ദൈവത്തെ അനുസരിച്ചോ എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വിഷയം. പലപ്പോഴും നാം നമ്മുടെ ജീവിതത്തിൻ്റെ ഈ വൈകല്യത, ബലഹീനത, നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകൾ പുറമേയുള്ള ആക്ടിവിറ്റി കൊണ്ട് നമ്മളതിനെ മറയ്ക്കാനായി ശ്രമിക്കും. നാം പ്രവർത്തിക്കുന്നവരായിരിക്കണം. ബട്ട് ആക്ടിവിറ്റീസ് കനോട്ട് ഹൈഡ് അവർ വീക്ക്നെസ്. തിരുത്തൽ വേണ്ടിയത് അവിടെയാണ്. ഇവരെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്, തിളക്കങ്ങൾ കൊണ്ട് ജീവിതത്തിൻ്റെ ബലഹീനത മറയ്ക്കുവാനായി അവർ ശ്രമിച്ചു എന്ന് കാണുവാനായിട്ട് കഴിയും. നോക്കട്ടെ, 4-മത്തെ അവരുടെ ജീവിതത്തിൻ്റെ പ്രവണത മാനുഷിക പ്രശംസയും ലോകത്തിൽ ലഭിക്കുന്ന സ്ഥാനങ്ങളെയും അവർ ആഗ്രഹിച്ചു. 23-ാമത്തെ അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ, അങ്ങാടിയിൽ വന്ദനവും മനുഷ്യർ റബി എന്ന് വിളിക്കുന്നതും അവർക്ക് പ്രിയമാകും. നിങ്ങളോ റബി എന്ന പേർ എടുക്കരുത്. അത്താഴത്തിൽ പ്രധാന സ്ഥലവും പള്ളിയിൽ മുഖ്യാസനവും അങ്ങാടിയിൽ വന്ദനവും. ഞാനിപ്രകാരം അതിനെക്കുറിച്ച് ഒന്ന് എഴുതി. അതായത് പാഷനറ്റ് അബൌട്ട് ദ പൊസിഷൻ, നോട്ട് പാഷനറ്റ് അബൌട്ട് ദ കോസ്. സ്ഥാനത്തെക്കുറിച്ച് വലിയ പാഷനാണ്. എന്നാൽ ഇതിൻ്റെ പിന്നിൽ ഇതിനൊരു ദൗത്യമാണല്ലോ. ആ ദൗത്യത്തെക്കുറിച്ച്, സ്ഥാനത്തിന് വേണ്ടിയുള്ള ആ പാഷനോടൊപ്പം ദൗത്യത്തിനെ കുറിച്ചില്ല. പലപ്പോഴും അനേക സ്ഥലങ്ങളിൽ നമുക്കത് കാണാനായിട്ട് കഴിയും. ആ കൂട്ടത്തെയാണ് ഇവിടെ നമുക്ക് കാണുന്നത്. കാരണം അവരതിൻ്റെ ഉദ്ദേശം മനുഷ്യരുടെ പ്രശംസ, മനുഷ്യരുടെ കയ്യടി, അപ്ലോസ് ഓഫ് മെൻ, അതിനുവേണ്ടി ആഗ്രഹിക്കുന്നു. മനുഷ്യർ നമ്മെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറയുന്നെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. എന്നാൽ അതിനുവേണ്ടിയുള്ള ആഗ്രഹത്തോടെയുള്ള ഒരു പ്രവർത്തനവും ദൈവത്തിന് പ്രസാദമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അവരുടെ ജീവിതത്തിൽ വന്ന പരാജയം നോക്കുക. മാനുഷിക പ്രശംസ, പ്രശസ്തിക്ക് വേണ്ടിയുള്ള താല്പര്യം, പ്രവർത്തനത്തെക്കുറിച്ചുള്ളൊരു താല്പര്യമല്ല. വീണ്ടും ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. പാഷനേറ്റ് അബൌട്ട് ദ പൊസിഷൻ, നോട്ട് പാഷനേറ്റ് അബൌട്ട് ദ കോസ്. അത് നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് ശോധന ചെയ്യുക. വാസ്തവത്തിൽ വെൻ ട്രൂ സ്പിരിച്വാലിറ്റി കംസ്, യഥാർത്ഥമായ ആധ്യാത്മികത വരുമ്പോൾ മനുഷ്യൻ്റെ അഭിപ്രായമുണ്ടല്ലോ നമ്മുടെ പുറകിൽ നമുക്കിടാനായിട്ട് കഴിയും. വി ക്യാൻ പുട്ട് ഇറ്റ് ഇൻ ദ ബാക്ക് സീറ്റ്. നമ്മളെല്ലാം ശോധന ചെയ്യണം. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ പ്രശംസയാണോ നാം ആഗ്രഹിക്കുന്നതോ ദൈവത്തിൻ്റെ പ്രശംസ, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ. ഇശയ്യാ 42 ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് യഹോവയുടെ ദാസനെക്കുറിച്ച്. ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, 1-ാം വാക്യം, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ വൃതൻ. ദൈവത്തിൻ്റെ കമൻഡേഷൻ നമുക്കതല്ലയോ ആവശ്യം? നമ്മുടെ ജീവിതത്തെ ഏറെ ശോധന ചെയ്യാൻ ദൈവം നമുക്ക് കൃപ നൽകുമാറാകട്ടെ. 4 ദോഷകരമായ പ്രവണതകൾ നാം കണ്ടു. കാപട്യത്തിൻ്റെ പ്രവണത, 2 സ്റ്റാൻഡേർഡ് വെച്ച് പുലർത്തുന്ന പ്രവണത, അതുമാത്രമല്ല നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് തിളക്കം കൂട്ടുവാനുള്ള പ്രവണത, സ്ഥാനത്തിനും പ്രശംസയ്ക്കും വേണ്ടിയുള്ള പ്രവണത. ഇതൊക്കെ ആധ്യാത്മികതയെ തകർക്കുന്ന വഴികളാണ് എന്ന് നാം മനസ്സിലാക്കണം. ഇനി നോക്കിക്കാട്ടെ, കർത്താവ് ചില കാര്യങ്ങൾ അവരെ പഠിപ്പിക്കാനായി ആഗ്രഹിച്ചു. ഒന്ന് പറഞ്ഞു, നിങ്ങൾക്ക് പിതാവ് ഒരുവനേ ഉള്ളൂ, അത് സ്വർഗസ്ഥനായ പിതാവാണ്. ഞാൻ ഇപ്രകാരം അതിനെക്കുറിച്ചൊന്ന് മെൻഷൻ ചെയ്തിട്ട് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ദ ഫാദർഹുഡ് ഓഫ് ഗോഡ്. വിശ്വാസിയുടെ ജീവിതം കോൺഫിഡൻ്റായി ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ, വളരെ ധൈര്യത്തോടെ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ, സ്വർഗത്തിലെ ദൈവം എൻ്റെ പിതാവാണെന്നുള്ള ഉറപ്പ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് എന്ന് പറഞ്ഞു ദൈവത്തിൽ വിശ്വസിപ്പേൻ. ട്രസ്റ്റ് ഇൻ ദ ഹെവൻലി ഫാദർ. ഒരു നല്ല അപ്പനുണ്ട് എന്നുള്ളത്
ജീവിതത്തിന് എത്ര വലിയ ധൈര്യമാണ് തരുന്നതല്ലേ? ദ ഫാദർഹുഡ് ഓഫ് ഗോഡ്. കരുതുന്നവനും സൂക്ഷിക്കുന്നവനും നടത്തുന്നവനും പരിപാലിക്കുന്നവനുമായൊരു പിതാവുണ്ടല്ലോ. അതുകൊണ്ട് ഇറ്റ് ഡെവലപ്സ് എ കോൺഫിഡൻറ്റ് കമ്മ്യൂണിറ്റി. രണ്ടാമത് അവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു യജമാനൻ. അത് അല്പം ഞാൻ ഒന്ന് വിവരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരുത്തനത്രേ നിങ്ങളുടെ യജമാനൻ, ഒരുത്തൻ മാത്രം, ക്രിസ്തു എന്ന് 10ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന പ്രിൻസിപ്പിൾ ലിവിങ് അണ്ടർ ദ ലോർഡ്ഷിപ്പ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിന് കീഴിൽ ജീവിക്കുന്ന അനുഭവം. ആധ്യാത്മികത അനുഗ്രഹകരമായി തീരണമെന്നുണ്ടെങ്കിൽ ആ ഒരു കർത്തൃത്വത്തിന് കീഴിൽ ജീവിക്കുന്ന ഒരു അനുഭവം, അതിനെക്കുറിച്ച് ഇപ്രകാരം പറയാം: ഫുൾ സറണ്ടർ, മുഴുവനായുള്ള സമർപ്പണം. അതിനോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഫുൾ ഒബീഡിയൻസ്. ഞാനും എനിക്കുള്ളതെല്ലാം അവനുള്ളതാണ് എന്നുള്ള ബോധ്യത്തിൽ ആബ്സല്യൂട്ട് സറണ്ടർ, നോ റിസർവേഷൻ, ഒന്നും റിസർവ് ചെയ്യാതെ കർത്താവിന് വിട്ടുകൊടുക്കുന്ന അനുഭവം. രണ്ടാമത്തെ ഭാഗം ഈ യജമാനനെ പൂർണ്ണമായി അനുസരിക്കുന്ന അനുഭവം, ഒബീഡിയൻസ്, സന്തോഷത്തോടെയും പൂർണ്ണമായും അനുസരിക്കുന്ന അനുഭവം. അതുകൊണ്ടാണ് എബ്രായ ബാലന്മാർ രാജാവുണ്ടാക്കിയ ബിംബത്തെ വന്ദിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞൊരു മറുപടി എൻ്റെ ശ്രദ്ധയെ പിടിച്ചു പറ്റി. രാജാവിനോട് പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഈ കാര്യത്തിന് ഉത്തരം പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് അണ്ടർ നോ നെഗോഷിയേഷൻ. ഇത് നെഗോഷിയേഷൻ ഉള്ളൊരു കാര്യമേ അല്ല. ദൈവത്തിൻ്റെ കർത്തൃത്വത്തിന് കീഴ്പ്പെട്ട് കഴിയുമ്പോൾ ദൈവത്തിന് ഹിതകരമല്ലാത്ത കാര്യത്തെക്കുറിച്ച് ഒരു നെഗോഷിയേഷൻ പോലുമില്ല. അനുസരിക്കുക എന്നുള്ളതാണ്. ദൈവഹിതത്തിന് പൂർണ്ണമായി അനുസരിക്കുന്ന ഒരനുഭവം. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, ലിവിങ് അണ്ടർ ദി ലോർഡ്ഷിപ്പ് ഓഫ് ക്രൈസ്റ്റ്. ഇത് ആത്മീക ജീവിതത്തിനേറെ അനുഗ്രഹമായി തീരാൻ ഇടയാകും എന്നുള്ളത് ഓർക്കണം. സന്തോഷത്തോടെയും തുടർമാനമായും കർത്താവ് എന്തെങ്കിലും കൽപ്പിച്ചാൽ ഉടനെ അനുസരിക്കുവാൻ നമുക്ക് ഇടയാകണം. ഇത് നമ്മുടെ ജീവിതത്തിൽ അനുഭവമാകണമെങ്കിൽ ഗലാത്യ ലേഖനം 2-ാമത്തെ അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ അപ്പസ്തലൻ പറഞ്ഞതുപോലെ ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നുള്ളൊരു അനുഭവം. അപ്പോൾ ആത്മീക ജീവിതത്തിൽ തിളക്കമുണ്ടാകണമെങ്കിൽ ദൈവികമായ കർത്തൃത്വത്തിൻ്റെ കീഴിൽ തുടർമാനമായി ദൈവത്തെ അനുസരിച്ച് എല്ലാ കാര്യത്തിലും അനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു താല്പര്യം നമുക്ക് ഉണ്ടാകണം. നോക്കിക്കാട്ടെ, അടുത്തതായി പറഞ്ഞിരിക്കുന്നു, നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷക്കാരൻ ആകണം. സെർവൻറ്ഹുഡ്. ഞാനിതിനെക്കുറിച്ച് ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു: അതർ സെൻറ്റേർഡ് ലൈഫ്. മറ്റേത് ലോർഡ്ഷിപ്പിൻ്റെ കീഴിൽ പോകുന്ന ജീവിതം. 2 അതർ സെൻറ്റേർഡ് ലൈഫ്. അതാണല്ലോ സെർവൻറ്ഹുഡ്, അതാണല്ലോ ശുശ്രൂഷക്കാരനാകുന്ന അനുഭവം. അപ്പോൾ ആധ്യാത്മിക ജീവിതത്തിന് നല്ല തിളക്കം ഉണ്ടാകണമെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിൽ ഈ ശുശ്രൂഷ ചെയ്യുന്ന ഒരു അനുഭവം മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുത്തണം. എങ്ങനെ ഒരു ശുശ്രൂഷകനെ നമുക്ക് തിരിച്ചറിയാം? ഇപ്രകാരം ഞാൻ ചിന്തിക്കുന്നു. ഒരു സെർവൻറ്റ്, അക്കാലത്തുണ്ടായിരുന്ന അടിമകളോടുള്ള ബന്ധത്തിൽ പറയാം. 1, ആവശ്യങ്ങൾ പെട്ടെന്ന് കാണാനുള്ള കണ്ണ് നമുക്കുണ്ടാകണം. നീഡ്സ് ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ കാണാനുള്ള ഉൾക്കണ്ണ് നമുക്കുണ്ടാകണം. കണ്ടു കഴിഞ്ഞാൽ ഉടനെ അതിന് പരിഹാരം കണ്ടെത്തത്തക്കവണ്ണം ശുശ്രൂഷിപ്പാനുള്ള മനോഭാവം നമുക്ക് ഉണ്ടാകണം. നമ്മുടെ നല്ല ശമരിയാക്കാരൻ്റെ ഉപമയിലേക്ക് നോക്കുമ്പോൾ നമുക്കത് വ്യക്തമായി വെളിവാക്കപ്പെടുന്നു. ആ നല്ല ശമരിയാക്കാരൻ മുറിവേറ്റവനെ കണ്ടു കഴിഞ്ഞ ഉടനെ തന്നെ താനൊരു ശുശ്രൂഷകനാണ് എന്ന് വെളിപ്പെടുത്തിയത് ജീവിതത്തിൻ്റെ തൻ്റെ യാത്രയിൽ ഒന്ന് ഇൻ്ററപ്റ്റഡ് ആകാൻ, അതായത് അവിടെ ഒന്ന് നിൽക്കാൻ, തൻ്റെ യാത്രയ്ക്ക് ഭംഗം വരുത്താൻ താൻ ഒരുക്കമുള്ളവനായിരുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സെർവൻറ്ഹുഡ് കാണേണ്ടത് ഇവിടെയാണ്. നമ്മുടെ അജണ്ടയ്ക്ക് ഒരു ഇൻ്ററപ്ഷൻ വന്നാലും മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനുള്ള ഒരുക്കം നമുക്ക് ഉണ്ടാകുക എന്നുള്ളത്. 2, മറ്റുള്ളവരുടെ ആവശ്യം നമ്മുടെ ആവശ്യത്തിന് മുമ്പിൽ വയ്ക്കുക എന്നുള്ളത്
ഈ നല്ല സമരിയാക്കാരൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണാൻ കഴിയും. പുട്ടിങ് ദ നീഡ്സ് ഓഫ് അതേഴ്സ് ബിഫോർ അവർ നീഡ്സ്. അതുമാത്രമല്ല, എന്ത് ചിലവ് ചെയ്തും അത് മറ്റുള്ളവർക്ക് നൽകി ശുശ്രൂഷിക്കുവാനുള്ള ഒരു മനോഭാവം. ദാറ്റ് ഈസ് ട്രൂ സെർവൻഹുഡ്. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിന് ശോഭ ഉണ്ടാകണമെങ്കിൽ ഒന്ന്, കർത്താവിൻ്റെ കർത്തൃത്വത്തിൻ്റെ കീഴിൽ അനുനിമിഷം അനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരാത്മാവ് നമുക്കുണ്ടാകണം. ലിവിങ് ഇൻ ഒബീഡിയൻസ് ടു ദ ലോർഡ്. രണ്ട്, മറ്റുള്ളവരെ കേന്ദ്രീകരിച്ച് ജീവിക്കാൻ നമുക്ക് ഇടയാകണം. അടുത്തതായി നാം കാണുന്നത് ഇപ്രകാരമാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്: തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. ഞാനതിനെ ഇപ്രകാരം ഒരു തലക്കെട്ട് കൊടുക്കാൻ: ക്രൈസ്റ്റ് ലൈക്ക് ലൈഫ്, ലൈഫ് ഓഫ് ഹ്യൂമിലിറ്റി. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അരുതാത്ത 4 പ്രവണതകളെക്കുറിച്ച് പറഞ്ഞു. എന്നാൽ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന് ശോഭ വരാൻ 3 പ്രത്യേക സ്വഭാവം: ദൈവത്തിന് കീഴ്പ്പെട്ട് എല്ലാ കാര്യത്തിലും പൂർണ്ണമായി അനുസരിക്കുന്ന സ്വഭാവം. 2, ശുശ്രൂഷിക്കുന്ന മനോഭാവം. 3, ക്രിസ്തുവിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തുന്ന വിശേഷാൽ താഴ്മയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ട്രൂ സ്പിരിച്വാലിറ്റി ഗിവ്സ് അസ് ക്രൈസ്റ്റ് ലൈക്ക്നെസ്. കർത്താവിൻ്റെ ജീവിതത്തിൽ അവൻ്റെ വിശുദ്ധി പ്രത്യേകതയാണ്. അവൻ്റെ ജീവിതത്തിലുള്ള മറ്റ് അനേക കാര്യങ്ങൾ നമുക്ക് മാതൃകാപരമാണ്. എന്നാൽ ഒരു വിശ്വാസിക്ക് നല്ല മാതൃകയായി എടുക്കാവുന്നതാണ് കർത്താവിൻ്റെ താഴ്മ. നിഗളം എന്നുള്ളത് നമ്മുടെ ആത്മീക ജീവിതത്തെ ശോഷിപ്പിക്കുന്ന ഒരു സ്വഭാവമാണ്. ഇറ്റ് ഡെൻസ് അവർ സ്പിരിച്വൽ ലൈഫ്. നിഗളം എന്നുള്ളത്, നിഗളം ഏത് സമയത്തും പ്രവേശിക്കാമെന്നുള്ളത് ഞാനും നിങ്ങളും പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഏത് സ്ഥലത്തും ഏതനിൽ കയറിക്കൂടിയത് നിഗളത്തിൻ്റെ ആത്മാവാണെന്ന് ഒരല്പം നമ്മൾ അതിനെക്കുറിച്ച് ഒന്ന് ആഴത്തിൽ പഠിച്ചാൽ മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇറ്റ് ഈസ് പ്രൈഡ്. ദൈവത്തെ പോലെ ആകുവാനുള്ള ആഗ്രഹം. എല്ലാ സ്ഥലത്തും അതുണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു വാക്കൂടെ ഞാൻ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു: ഏത് ഏജിലും ഏത് പ്രായത്തിലും. മൂന്നാമതൊരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു: ആത്മീക നിലവാരത്തിൽ എവിടെ എത്തിയാലും, ഏത് ഉന്നത നിലയിലെത്തിയാലും ആ സ്ഥലത്തും ഉന്നതഭാവം കയറിക്കൂടാൻ സാധ്യതയുണ്ട്. ഉന്നതഭാവം നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മീക ശോഭയെ നശിപ്പിക്കും എന്നുള്ളത് ഓർത്തുകൊള്ളണം. വളരെ നാളുകൾ മരുഭൂമിയിൽ ഡിവോട്ടഡായി ദൈവസന്നിധിയിൽ ധ്യാനിച്ചിരുന്ന ഒരു സന്യാസിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഏകാന്ത സ്ഥലത്ത് ഇരുന്ന് നാളുകളായി ധ്യാനിക്കുകയാണ്. ലോകത്തിൽ നിന്നും ലൗകികമായ കാര്യത്തിൽ നിന്നൊക്കെ വേർപെട്ട് ജീവിക്കുകയാണ്. എന്നാൽ ഈ കഥ എഴുതിയിരിക്കുന്നത് ഇങ്ങനെ എല്ലാറ്റിൽ നിന്നും വേർപെട്ട് ജീവിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ചെവിയിൽ പൈശാചികൻ വന്ന് ഇപ്രകാരം പറഞ്ഞെന്നാണ് പറയുന്നത്: നിൻ്റെ സഹോദരൻ അലക്സാണ്ട്രിയയിലെ ബിഷപ്പായി എന്ന് പറയാനിടയായി. ആ സമയത്ത് തൻ്റെ ഹൃദയത്തിൽ ഒരല്പ അസ്വസ്ഥത. ഇതുവരെയും മനോഹരമായ ഒരു ധ്യാന ജീവിതം നയിച്ച മനുഷ്യന് ഈ ഒരു ചിന്ത വന്നു കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ ഹൃദയത്തിനകത്ത് അസ്വസ്ഥത. റീസൺ, തൻ്റെ ജീവിതത്തിൽ ഹ്യൂമിലിറ്റി വേണ്ടും പോലെ ആയിട്ടില്ല എന്നുള്ളതാണ് ഓർത്തുകൊള്ളണം. അപ്പോൾ ഈ ലോകത്തിൽ നമ്മുടെ ജീവിതത്തെ ആത്മീകമായി ശക്തീകരിക്കുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ താഴ്മയുടെ സ്വഭാവം ആകും. 1-2 പ്രാക്ടിക്കലായിട്ടുള്ള കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഹൗ ഡു വി നോ വെദർ വി ആർ ഹംബിൾ? പലപ്പോഴും താഴ്മ അഭിനയിക്കാനായി കഴിയും. എന്നാൽ താഴ്മയുണ്ടോ എന്നറിയണമെന്നുണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ ചെന്ന് ഏറ്റുമുട്ടുമ്പോൾ മാത്രമേ താഴ്മയുണ്ടെന്ന് അറിയത്തുള്ളൂ. 3-4 കാര്യങ്ങൾ ഞാനിന്ന് സൂചിപ്പിക്കട്ടെ. 1, എല്ലാവരെയും അപ്രീഷിയേറ്റ് ചെയ്തോ നമ്മെ അപ്രീഷിയേറ്റ് ചെയ്യാത്തൊരു സാഹചര്യം ഉണ്ടായി എന്ന് ചിന്തിക്കുക. നമ്മുടെ ഹൃദയം സ്വസ്ഥമായി അവിടെ ഇരിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ശോധന ചെയ്യണം. ഒരു സമൂഹത്തിൽ അനേകരെ അപ്രീഷിയേറ്റ് ചെയ്തു, പക്ഷേ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്തില്ല. ആർ വി പീസ്ഫുൾ അറ്റ് ദാറ്റ് ടൈം? അത് സ്വസ്ഥത നഷ്ടപ്പെടുന്നെങ്കിൽ വേണ്ടുന്നതായ താഴ്മ ഉണ്ടായില്ല എന്നുള്ളതാണ്.
പല കാര്യങ്ങൾക്ക് പലരെയും കൂട്ടിച്ചേർത്തു, നമ്മെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല, എക്സ്ക്ലൂഡഡായി എന്ന് വിചാരിക്കുക. മറ്റുള്ളവർ നമ്മളെ എക്സ്ക്ലൂഡ് ചെയ്യുമ്പോൾ ഹൃദയത്തിനകത്തുണ്ടാകുന്ന വേദന, സ്വസ്ഥമായിരിക്കാൻ കഴിയാതെ പോകുന്നതിൻ്റെ കാരണം നമ്മുടെ ജീവിതത്തിൽ ഹ്യൂമിലിറ്റി ഇല്ല എന്നുള്ളതാണ്. നമ്മുടെ ടാലൻറ്റുകൾ വേണ്ടും പോലെ ഉപയോഗിക്കുന്നില്ല എന്ന് നമുക്ക് തോന്നുമ്പോൾ, നമ്മളെക്കാൾ ടാലൻറ്റ് കുറഞ്ഞവരെ ഉപയോഗിക്കുമ്പോൾ ദേ ആർ നോട്ട് യൂസിങ് അസ്, നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു അസ്വസ്ഥത. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ലാക്ക് ഓഫ് ഹ്യൂമിലിറ്റി. ഞാൻ ഈ 3-4 കാര്യങ്ങൾ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ ഈ മേഖലയിൽ വളരേണ്ടത് ആവശ്യമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പലപ്പോഴും നമ്മുടെ വീഴ്ച വരുന്നത് ഈ മേഖലയിലാണ്. ഉന്നത ഭാവത്തോടുള്ള ബന്ധത്തിലാണ് പല പാപങ്ങളും നമ്മുടെ ഉള്ളിലേക്ക് കയറി വരുന്നത്. പ്രത്യേകിച്ച് നോക്കുക, നമ്മളെ ആരെങ്കിലും വിമർശിക്കുന്നു എന്ന് വിചാരിക്കുക. വെൻ പീപ്പിൾ ക്രിട്ടിസൈസ് us, നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടാകുന്ന റിയാക്ഷൻ എങ്ങനെയുള്ളത് എന്ന് ചിന്തിക്കണം. മദർ തെരേസ നല്ലൊരു ഉദാഹരണമല്ലേ? തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ധനാഭ്യർത്ഥനയുമായി കൈ നീട്ടിയപ്പോൾ അതിലേക്ക് ഒരു വ്യക്തി തുപ്പി സ്പിറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ വിവിധ രീതിയിൽ നമുക്ക് പ്രതികരിക്കാം. പക്ഷേ ആ സ്ത്രീ ആ സ്പിറ്റ് തുടച്ചതിന് ശേഷം വീണ്ടും കരം നീട്ടി. വിനയത്തിൻ്റെ സ്വഭാവമാണ്. അപ്പോൾ നമ്മുടെ റിയാക്ഷനാണ്. നമ്മുടെ സഭാ ജീവിതത്തിൽ ഈ കാര്യം വളരെ പ്രസക്തമാണ് എന്ന് എനിക്ക് തോന്നുന്നു. പലപ്പോഴും കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത് നമ്മുടെ റിയാക്ഷനിൽ കൂടിയാണ്, നമ്മുടെ പ്രതികരണത്തിൽ കൂടിയാണ്. അവിടെ നമുക്ക് സംയമനം പാലിക്കണമെന്നുണ്ടെങ്കിൽ ഹൃദയത്തിനകത്ത് കർത്താവ് തന്നിരിക്കുന്ന ഈ കൃപാവരം നമ്മുടെ ഉള്ളിലുണ്ടാകണം. താഴ്മ നമ്മെ ഭരിക്കണം. താഴ്മയുള്ളവരെ തിരിച്ചറിയാൻ ഒരു പ്രത്യേക വഴിയുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയുള്ളവരോട് ചേർന്ന് പോകാൻ വളരെ എളുപ്പമാണ്. ഈസി ടു ഗെറ്റ് അലോങ് വിത്ത്. ഹൃദയത്തിനകത്തെ നിഗള സ്വഭാവം, അങ്ങനെയുള്ള ഈഗോ സെൻട്രിക്, അതാണ് ശരി. ഈഗോ സെൻട്രിക് ലൈഫ് ഒരിക്കലും അങ്ങനെയുള്ളവരോട് ചേർന്ന് പോകാൻ വളരെ പ്രയാസമാണ്. എന്നാൽ താഴ്മയുള്ളവരോടുള്ള ബന്ധത്തിൽ ഈസി ടു ഗെറ്റ് അലോങ് വിത്ത്. മൂന്നാമത്, അവരുടെ ജീവിതത്തിൽ കാണുന്ന പ്രത്യേക സ്വഭാവം ക്ഷമിക്കുവാനും ക്ഷമ ചോദിക്കുവാനും. വിനയമുള്ളവർക്ക് വളരെ എളുപ്പമാണ്. ആഴത്തിലേക്ക് നോക്കിയാൽ അനേകരോട് നമ്മൾ ക്ഷമിക്കാതിരിക്കുന്നതിൻ്റെ കാരണം നമ്മുടെ ഉന്നത ഭാവമാണ്. ക്ഷമ ചോദിക്കാൻ നമുക്ക് മനസ്സ് വരാത്തതിൻ്റെ കാരണം വി ആർ പ്രൗഡ്. അബ്രഹാമിൻ്റെ ജീവിതം നോക്കിക്കാട്ടെ. ലോത്തുമായി ഒരു അസ്വസ്ഥത വന്നപ്പോൾ അബ്രഹാം ഇറങ്ങി ലോത്തിൻ്റെ അടുക്കിലേക്ക്. ആ ഒരു വിനയം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ ഏറെ ധന്യമാക്കും എന്നുള്ളത് ഓർക്കണം. ജോനതൻ ഗോഫോർത്ത് എന്ന് പറയുന്ന സൗത്ത് കൊറിയയിൽ ആത്മീക ഉണർവ് കൊണ്ടുവന്നൊരു മനുഷ്യനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൽ കൂടിയാണ് ദൈവം സൗത്ത് കൊറിയയിൽ വലിയ ആത്മീക ഉണർവ് കൊണ്ടുവന്നത്. അദ്ദേഹം ശുശ്രൂഷിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഓർഗനൈസേഷനിൽ ഒരു വ്യക്തിയുമായി വലിയ ഒരു വാഗ്വാദം ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് മറക്കാനായി ശ്രമിച്ചു. അദ്ദേഹം അത് വിട്ടുകളഞ്ഞു. എങ്കിലും അവർ തമ്മിൽ രമ്യതയുണ്ടായില്ല. ചാൾസ് ഫിന്നിയുടെ പുസ്തകം ജോനതൻ ഗോഫോർത്ത് വായിച്ചു. ആത്മീക ഉണർവിൻ്റെ രഹസ്യം എന്താണെന്ന്. അപ്പോൾ അദ്ദേഹം അതിനകത്ത് എഴുതിയിട്ടുണ്ട്, അനുരഞ്ജനപ്പെടേണ്ട ആളുകളോട്, റെക്കൺസൈൽ ചെയ്യേണ്ട ആളുകളോട് വേണ്ടും വണ്ണം റെക്കൺസൈൽ ചെയ്ത് ജീവിക്കാതെ എത്ര പ്രാർത്ഥിച്ചാലും ആത്മീക ഉണർവ് ഉണ്ടാകുകയില്ല എന്ന് മനസ്സിലാക്കി. അപ്പോൾ അത് മനസ്സിലായ സമയത്ത് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, എൻ്റെ കുഴപ്പമല്ല, എൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആ സഹോദരൻ്റെ കുഴപ്പം കൊണ്ടാണല്ലോ. ദൈവം പറഞ്ഞു, നീ ആ പ്രാർത്ഥിക്കുന്നത്, യു ആർ ദ വൺ പ്രേയിങ്. ആ ചരിത്രം എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? ഒരു പ്രഭാതത്തിൽ ജോനതൻ ഗോഫോർത്ത് തൻ്റെ വീട്ടിൽ നിന്നിറങ്ങി പ്രഭാതത്തിൽ തന്നെ, പുലർച്ചയ്ക്ക് തന്നെ ഈ സഹോദരൻ്റെ ഭവനത്തിലെത്തി. വാതിൽ തുറന്നപ്പോൾ ആ സഹോദരൻ ആശ്ചര്യപ്പെട്ടു. വാട്ട് സാർ അറ്റ് ദിസ് ടൈം, ഈ സമയത്ത് എന്തിനാ സാറേ വന്നതെന്ന് പറഞ്ഞു. ഉടനെ അദ്ദേഹം പറഞ്ഞു, നോട്ട് സാർ, ഐ ആം യുവർ ബ്രദർ, ഞാൻ എൻ്റെ സഹോദരനാണ്, എന്നോട് ക്ഷമിക്കണം. ഇന്ന് രാത്രി വ്യക്തമായി ചോദിക്കാൻ ആഗ്രഹിക്കുന്നു,
ഹൃദയാന്തർഭാഗത്ത് ക്ഷമിക്കാതെ വെച്ചിരിക്കുന്ന മേഖലകളുണ്ടോ? ക്ഷമ ചോദിക്കേണ്ട വ്യക്തിയോട് ക്ഷമ ചോദിക്കാതിരിക്കുന്ന അനുഭവം ഉണ്ടോ? നമ്മുടെ ആത്മീക ജീവിതത്തിന് തിളക്കം ഉണ്ടാകണമെങ്കിൽ, നമ്മുടെ തലമുറകളിലേക്ക് ഈ സൗരഭ്യം പകരണമെങ്കിൽ, ദൈവകൃപ അവരിലേക്ക് വ്യാപിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഈ ഒരു നല്ല ആത്മാവ് ഉണ്ടാകണം. ഇന്ന് രാത്രി ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ ഹൃദയത്തിൻ്റെ അകത്ത് ആരോടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുവാനും, ഒരുപക്ഷെ നാളുകളായി സംസാരിക്കാതിരിക്കുന്നവരോട് അടുത്ത് ചെന്ന് സംസാരിക്കുവാനും ക്ഷമ ചോദിക്കുവാനും ഇടയാകുന്നെങ്കിൽ ബ്ലെസ്സിങ്സ് വിൽ കം. വേദോത്സവത്തിലെ ഒരു വാക്യം പലപ്പോഴും ഞാൻ ഓർക്കും, അല്പം ലഘൂകരിച്ച് പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു. ലംഘനങ്ങളെ മറച്ചു വെച്ചാൽ, തിരുവചനം പറയുന്നു, ഇനി എന്തെല്ലാം ചെയ്താലും ശുഭം വരികയില്ല. ഏറ്റുപറയുക. അപ്പോൾ ഈ രാത്രി, അവസാന രാത്രി ജീവിതത്തെ ശോധന ചെയ്യണം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഈ ഒരു മേഖലയിൽ ഞാൻ പരാജിതനാണോ? ദൈവസന്നിധിയിൽ വിനയപ്പെട്ടാൽ ഗോഫോർത്തിൽ കൂടെ ദൈവ അനുഗ്രഹം ചൊരിഞ്ഞതുപോലെ ആ മനുഷ്യനിൽ കൂടെ സൗത്ത് കൊറിയയിൽ വലിയ ആത്മീക ഉണർവുണ്ടായെന്നാണ് പറയുന്നത്. ഇന്ന് രാത്രി അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു ചിന്തയോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഈഗോ കർത്താവിൻ്റെ ക്രൂസിനോട് ചേർത്ത് ക്രൂശിക്കപ്പെട്ട എങ്കിൽ മാത്രമേ ക്രൈസ്റ്റ് ലൈക്ക്നെസ് നമ്മിൽ ഉണ്ടാകത്തുള്ളൂ. അതുണ്ടായാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും, മറ്റുള്ളവരിലേക്ക് ദൈവകൃപ പകരുവാനായി ഇടയാകും എന്നുള്ളത് ഓർക്കണം. ഞാനൊരു വ്യക്തിയുടെ ചരിത്രം പറയാൻ ആഗ്രഹിക്കുന്നു. ന്യൂജേഴ്സി കോളേജ് എന്ന് പറയുന്ന, പിന്നീടത് പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി ആയി എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കും. അവിടുത്തെ മൂന്നാമത്തെ പ്രസിഡൻറ്റിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. ജോനതൻ എഡ്വേർഡ്സ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പ്രെസ്ബിറ്റേറിയൻ മിനിസ്റ്ററായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഒരു ഇടവകയിൽ ദീർഘനാളുകൾ ശുശ്രൂഷിച്ചു. എന്നാൽ ഒരു ദിവസം ഇടവക ജനം വോട്ടിനിട്ടു. അവർക്ക് പുൾപിറ്റ് കമ്മിറ്റിയൊക്കെ ഉണ്ടല്ലോ. 230 പേരിൽ 23 പേരൊഴിച്ച് ബാക്കി എല്ലാവരും അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക ശുശ്രൂഷ അല്ലെങ്കിൽ പട്ടത്വ ശുശ്രൂഷ ആവശ്യമില്ല എന്ന് രേഖപ്പെടുത്തി. വാസ്തവത്തിലൊന്ന് ചിന്തിച്ചു നോക്കാട്ടെ, കഠിനമായി അധ്വാനിച്ച ഒരു മനുഷ്യന് ഇങ്ങനെ ഒരു നിലവാരം വന്നാൽ ഹൃദയം എത്ര വേദനിക്കും. അതിൽ കമ്മിറ്റിയിൽ ഒരാൾ വന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, പ്ലീസ് ലുക്ക് ഫോർ അനദർ ചർച്ച്, വേറൊരു ഇടവക അന്വേഷിച്ചു കൊള്ളണം എന്ന് പറഞ്ഞു. അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത്, യെസ് സർ, ഐ വിൽ, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. എന്നാൽ ഇദ്ദേഹത്തിന് പകരം റീപ്ലേസ്മെൻ്റ് നോക്കിയിട്ട് വേഗത്തിൽ കിട്ടിയില്ല. അപ്പോൾ തിരിച്ച് ജോനതൻ എഡ്വേർഡ്സിൻ്റെ അത് കമ്മിറ്റിക്കാർ വന്നേച്ച് പറഞ്ഞു, ഞങ്ങൾക്ക് ഉടനെ ലഭിച്ചില്ല, ഞങ്ങൾക്കൊരാളെ കിട്ടുന്നത് വരെ തുടരണം എന്ന് അപേക്ഷിച്ചു. ഞാൻ ആ ഭാഗം വരുമ്പോൾ ചിന്തിക്കും, നമ്മളായിരുന്നെങ്കിൽ പോകാൻ പറഞ്ഞതല്ലേ, ഇപ്പോൾ മടങ്ങി വന്നേച്ച് പറഞ്ഞു ഒരാളെ കിട്ടുന്നത് വരെ. അദ്ദേഹത്തിൻ്റെ മറുപടി എന്തായിരുന്നറിയോ? യെസ് സർ, ഐ വിൽ. ആണ്ടിൻ്റെ നടുഭാഗത്ത് വെച്ച് അവരൊരാളെ കൊണ്ടുവന്നു. അദ്ദേഹത്തിന് വേറൊരു സ്ഥലം അന്വേഷിച്ച് കിട്ടിയില്ല. അവസാനം നോർത്ത് അമേരിക്കയിലത്തെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, അമേരിക്കൻ ഇന്ത്യൻസ്, അവർ കേന്ദ്രീകരിച്ചുള്ള ഒരു സ്ഥലത്ത് ഒരു ചെറിയ ഇടവകയിൽ അദ്ദേഹം ശുശ്രൂഷ ആരംഭിച്ചു. വലിയ കുടുംബം, പണഞ്ഞെരുക്കം. എന്നാൽ ആ കഷ്ടതയുടെ നാളുകളിൽ അദ്ദേഹം ചില ലേഖനങ്ങൾ എഴുതാൻ തുടങ്ങി. ആ ലേഖനം
പല സ്ഥലങ്ങളിൽ പോയി അവസാനം ഈ ന്യൂജേഴ്സി കോളേജ്, പിന്നീട് പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി ആയ ആ സ്ഥാപനത്തിലെത്തി. അവരൊരുമിച്ച് അവിടുത്തെ ലീഡർഷിപ്പ് വായിച്ചപ്പോൾ അദ്ദേഹം അവരുടെ പ്രസിഡൻ്റ് ആകണമെന്ന് അവരാഗ്രഹിച്ചു. അങ്ങനെ ജോനതൻ എഡ്വേർഡ്സ് പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയുടെ 3ാമത്തെ പ്രസിഡൻ്റായി വന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ മനോഭാവം ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. വേണ്ട എന്ന് പറഞ്ഞപ്പോൾ മറുപ്രതികരണമില്ല. 2, ഒരാളെ കിട്ടുന്നത് വരെ തുടരാമോ എന്ന് ചോദിച്ചപ്പോൾ വിനയപ്പെട്ടു, യെസ് സർ. സാധാരണ കൃപ കൊണ്ട് സാധ്യമല്ല, അസാമാന്യമായ ദൈവകൃപ നമുക്ക് ആവശ്യമാണ്. മനുഷ്യരാൽ അസാധ്യം, ദൈവത്താൽ സാധ്യം. ഇന്ന് രാത്രി ഈ മെസ്സേജ് പറയാനുള്ള കാരണം, നമ്മുടെ ജീവിതത്തെ തിളക്കമുള്ള ആത്മീക ജീവിതം കൊണ്ട് നിറയ്ക്കാൻ കർത്താവ് ആഗ്രഹിക്കും. കാപട്യത്തിൻ്റെ പ്രവണത ഉപേക്ഷിച്ച് 2 സ്റ്റാൻഡേർഡ് വെച്ച്, അളവുകോൽ വെച്ച് ജീവിക്കുന്ന ആ ജീവിതം ഉപേക്ഷിച്ച് ജീവിതത്തിൻ്റെ പോരായ്മകളെ തിളക്കങ്ങൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും മൂടി വെച്ചും സ്ഥാനത്തിനും മാനുഷിക പ്രശംസയ്ക്ക് ഊന്നൽ കൊടുത്തും ജീവിക്കുന്ന ജീവിതം നമ്മുടെ ആത്മീക ജീവിതത്തെ തളർത്തും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് യജമാനൻ്റെ കീഴിൽ അനുസരണമുള്ള ദാസനായും ലോകത്തിൻ്റെ മുമ്പിൽ ശുശ്രൂഷിക്കുന്ന ഒരു ദാസനായും നമ്മെ വീക്ഷിക്കുന്ന സമൂഹത്തിൻ്റെ മുമ്പിൽ പൂർണ്ണ വിനയമുള്ള കർത്താവിനെ പോലെ ജീവിക്കുന്ന വ്യക്തികളായും ജീവിച്ചാൽ മറ്റുള്ളവർ നമ്മെ നോക്കുമ്പോൾ ക്രിസ്തുവിങ്കിലേക്ക് ഏറെ അടുത്തു വരും. ഒരു പാട്ടിങ്ങനെയുണ്ട്, എന്നിൽ കാണട്ടെ യേശുവിൻ സൗന്ദര്യം. തൻ്റെ അത്ഭുത സ്നേഹം വിശുദ്ധിയും പരിശുദ്ധാത്മാവെ ശുദ്ധി ചെയ്യുക എന്നെ, തൻ്റെ സൗന്ദര്യം കാണുവോളം എന്നിൽ. ചെറിയ ഒരു പാട്ടാണ്. ആത്മാർത്ഥമായി പാടാൻ കഴിയുമെങ്കിൽ പാടുന്നത് വേറെ ഒന്നിനുമല്ല. നമുക്കെല്ലാം വിടുതൽ ആവശ്യമുള്ളവരുണ്ട്, സൗഖ്യം ആവശ്യമുള്ളവരുണ്ട്, ജീവിതത്തിൻ്റെ വിവിധ പ്രശ്നങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടവരൊക്കെ ഉണ്ട് ഇതിൻ്റെ നടുവേ. എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇതാകട്ടെ, എന്നിൽ കാണട്ടെ യേശുവിൻ്റെ സൗന്ദര്യം. ഒരു ഇംഗ്ലീഷ് പാട്ടിൻ്റെ ഭാഷാന്തരമാണ്, ലെറ്റ് ദ ബ്യൂട്ടി ഓഫ് ജീസസ് ബി സീൻ ഇൻ മീ. ഇതിൽ കൂടുതൽ ആഗ്രഹിക്കാവുന്ന വേറെ ഒന്നുമില്ല.